ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ BA ഹിന്ദി മേഡീസി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അഗയുടെ മറ്റ് കഥകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയാണ്. കഥയുടെ പേരാണ് ഇന്ദു കി ബേട്ടി. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളാണ് രാംലാലിൻ്റെ ഭാര്യ ഇന്ദു. രാംലാലിൻ്റെയും ഇന്ദുവിൻ്റെയും വിവാഹം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞു. എന്ന് വെച്ചാൽ കല്യാണത്തിൻ്റെ പൊതുമോടിയൊക്കെ മാറി. ഇവർക്ക് 2 പേർക്കും കുട്ടികളില്ല. അയാൾ BA വരെ പഠിച്ചതാണ്. എന്നാൽ ഇന്ദുവിന് അധികം വിദ്യാഭ്യാസമൊന്നുമില്ല. അവൾക്ക് പാചകം ചെയ്യാൻ മാത്രമേ അറിയൂ. അവളൊരു വിഡ്ഢിയാണ് എന്നൊക്കെയാണ് രാംലാലിൻ്റെ കാഴ്ചപ്പാടിലുള്ളത്. എന്നാൽ ഇന്ദുവിന് രാംലാലിനെ വളരെ ഇഷ്ടമായിരുന്നു. അയാൾക്ക് വേണ്ടിയായിരുന്നു അവൾ ജീവിക്കുന്നത്. കൂടുതൽ സമ്പാദിക്കണമെന്ന ആഗ്രഹത്തോടെ ഗ്രാമം വിട്ട് രാംലാലും രാംലാലിൻ്റെ ഭാര്യയായിട്ടുള്ള ഇന്ദുവും കൊൽക്കത്തയിലേക്ക് യാത്ര തിരിക്കുന്നു. രാംലാൽ ട്രെയിനിലിരുന്നിട്ട് തൻ്റെ ഭാര്യയായിട്ടുള്ള ഇന്ദുവിനെ ഇങ്ങനെ നോക്കിയിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, വിവാഹം കഴിക്കുന്ന ആ സമയത്തുള്ള ഭംഗിയൊന്നും ഇവൾക്കിപ്പോൾ ഇല്ല. എന്തിനാണ് അവളെ കല്യാണം കഴിച്ചത്? അതേപോലെ ഇന്ദുവിനെ കല്യാണം കഴിച്ച് അയാൾ തന്നെ വഞ്ചിച്ചതായി അയാൾക്ക് തോന്നി. അയാൾക്ക് ഇന്ദുവിനെ ഇഷ്ടമല്ലെങ്കിൽ കൂടിയും അയാൾ ദേഷിച്ച് ഒരു വാക്ക് പോലും ഇന്ദുവിൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. കാരണം അയാൾ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ളവർ ഒരിക്കലും സ്ത്രീകളുടെ അടുത്ത് ഇങ്ങനെ രൂക്ഷമായി പെരുമാറില്ലെന്നാണ്. തൻ്റെ ഭാര്യയോട് ഉള്ളിലില്ലാത്ത സ്നേഹം പുറത്ത് പ്രകടിപ്പിക്കാനും അയാൾക്ക് താല്പര്യമില്ലായിരുന്നു. അയാളുടെ ഉള്ളിൽ എങ്ങനെയാണോ അയാൾ വിചാരിക്കുന്നത് അത് മാത്രമേ പുറത്ത് അയാൾ പ്രകടിപ്പിക്കത്തുള്ളായിരുന്നു. ഇന്ദു രാംലാലിനോട് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ രാംലാൽ ഇന്ദുവിന് കുടിക്കാൻ വെള്ളം എടുക്കാൻ വേണ്ടി ട്രെയിനിൽ നിന്നിറങ്ങിപ്പോയി. ആ സമയത്താണ് ട്രെയിൻ എടുക്കുന്നത്. ആ ട്രെയിൻ എടുക്കുന്ന സമയത്ത് രാംലാൽ ട്രെയിനകത്ത് കയറിയില്ല. തൻ്റെ ഭർത്താവ് ട്രെയിനിലേക്ക് കയറിയോ എന്നറിയാൻ വേണ്ടി അയാൾ പോയ വഴിയിലേക്ക് ഇന്ദു എത്തി നോക്കാൻ തുടങ്ങി. രാംലാൽ ആ ട്രെയിനിൽ കയറിയില്ലെങ്കിൽ ഇന്ദുവിന് ഇനി എന്ത് ചെയ്യണമെന്നറിയത്തില്ല. വേറൊരു സ്ഥലത്തേക്ക്, ഗ്രാമത്തിൽ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോവുക. അവിടുത്തെ സ്ഥിതി എങ്ങനെയാവുമെന്ന് അറിയത്തില്ല. അവളുടെ കയ്യിലെടുക്കാൻ പണമില്ല. അതിലുപരി അവൾ അവളുടെ ഭർത്താവിനെ വളരെയധികം സ്നേഹിക്കുന്നുമുണ്ട്. ട്രെയിനിൻ്റെ വേഗത കൂടി രാംലാൽ എങ്ങനെയോ ആ ട്രെയിനിൽ ചാടിക്കയറി. ആ സമയത്ത് ആരോ ട്രെയിനിലെ ചെയിൻ വലിച്ചിട്ട് ട്രെയിൻ നിർത്തി. രാംലാൽ തൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോഴത്തേക്കും ഇന്ദുവിനെ കാണുന്നില്ല. ഇന്ദു ട്രെയിനിൽ നിന്നും ട്രാക്കിലേക്ക് വഴുതി വീഴുകയും അവളുടെ തുടയിലും തോളിലും കൂടെ ട്രെയിൻ കയറി ഇറങ്ങി പോവുകയും ചെയ്തു. രാംലാൽ ഓടി ഇന്ദുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയും ഇന്ദുവിൻ്റെ ഒരു കണ്ണ് മാത്രമേ തുറന്നിരിക്കുന്നുള്ളായിരുന്നു. അവൾ ദുർബലമായ സ്വരത്തിൽ പറഞ്ഞു, ഞാൻ പോകുന്നു. ഇത് കേട്ടപ്പോൾ രാംലാലിന് തന്നോട് അനുവാദം ചോദിച്ചതുപോലെ തോന്നി. അവൾക്ക് അയാൾ വെള്ളം കൊടുക്കാൻ ശ്രമിച്ചെങ്കിലും അവൾക്ക് മരണം സംഭവിച്ചിരുന്നു. 20 വർഷങ്ങൾക്ക് ശേഷം രാംലാൽ കൽക്കത്തയിൽ നിന്നും തൻ്റെ ഗ്രാമത്തിലേക്ക് മടങ്ങാൻ പോവുകയായിരുന്നു. ഒരു വൃദ്ധൻ തൻ്റെ ലഗേജ് സ്റ്റേഷനിൽ വെക്കുന്നത് കണ്ട് ആ സമയത്ത് രാംലാൽ എന്നിട്ട് ഇതേപോലെ ആ വൃദ്ധൻ്റെ അടുത്ത് ചോദിച്ച് 20 വർഷത്തിന് മുന്നേ ഇവിടെ എന്തെങ്കിലും അപകടം നടന്നിരുന്നോ എന്ന് ചോദിച്ച് അപ്പോൾ ആ വൃദ്ധൻ പറയും, തൻ്റെ ഹസ്ബൻഡ് വെള്ളമെടുക്കാൻ പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങിയ സമയത്ത് ട്രെയിൻ മൂവ് ആവുകയും തൻ്റെ ഭർത്താവ് ട്രെയിനിൽ സുരക്ഷിതമായി കയറിയോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി ഒരു സ്ത്രീ ട്രെയിനിൻ്റെ പുറത്തേക്ക് തലയിട്ട് നോക്കുകയും ട്രെയിനിൻ്റെ സ്പീഡ് കൂടിയപ്പോൾ പാളത്തിലേക്ക് തെറിച്ച് വീണ് ട്രെയിൻ കയറി മരിക്കുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ രാംലാലിന് പശ്ചാത്താപം തോന്നി. അയാൾ ഒരു കുറ്റവാളിയാണെന്ന് സ്വയം ചിന്തിക്കാൻ തുടങ്ങി. പഴയ രക്തക്കറ പുരണ്ട ഒരു പെൺകുട്ടിയുടെ സ്ലിപ്പർ ആ ട്രാക്കിൽ അദ്ദേഹം കാണുകയും അയാൾ അങ്ങോട്ട് ഇറങ്ങി ചെല്ലുകയും ചെയ്യും. അങ്ങനെ അയാൾ ചുറ്റും നോക്കിയപ്പോൾ തൻ്റെ ഇന്ദുവിന് അപകടം പറ്റിയ സ്ഥലത്താണ് താൻ നിൽക്കുന്നതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാവും. ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് അവിടെയുള്ള കുറ്റിക്കാടിന് പുറകിൽ ഒളിച്ചതുപോലെ അയാൾക്ക് തോന്നും. അവിടെ വെച്ച് അയാൾക്ക് ഒരു കുഞ്ഞിനെ കിട്ടും. തൻ്റെ ഭാര്യ മരിച്ച സ്ഥലത്ത് നിന്ന് ആ കുഞ്ഞിനെ കിട്ടിയതിനാൽ അയാൾ ആ കുഞ്ഞിനെ ഇന്ദു കി ബേട്ടി എന്ന് വിളിച്ചു. അയാൾ ആ കുട്ടിയെ തൻ്റെ ഗ്രാമത്തിലേക്ക് തന്നോടൊപ്പം കൊണ്ടുപോകാൻ വേണ്ടി തീരുമാനിക്കും. ഗ്രാമത്തിലുള്ളവർ അയാൾക്ക് ഭ്രാന്താണെന്ന് പറയും. പക്ഷേ രാംലാൽ അവരെ ആരെയും ശ്രദ്ധിച്ചില്ല. തൻ്റെ ഭാര്യ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് തൻ്റെ സ്നേഹനിധിയായ ദേവിയുടെ പ്രതീകമായ ഒരു മകളെ സമ്മാനിച്ചുവെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. ഈ കഹാനിയിൽ പറയുന്നതെന്ന് വെച്ചാൽ സൃഷ്ടിയുടെ പുരാതന കാലം മുതൽ പുരുഷൻ സ്ത്രീയെ തൻ്റെ അധികാരത്തിൻ്റെ ഒരു ആസ്വാദന വസ്തുവാക്കി മാറ്റാൻ ആഗ്രഹിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ വികാസവും വ്യവസായവൽക്കരണത്തിൻ്റെ സ്വാധീനവും പുരുഷന്മാരുടെയും സ്ത്രീയുടെയും ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചു എന്നതിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ് ഈ കഥ.